കല്ലടയാറിന്റെ കുഞ്ഞോളങ്ങളിൽ തട്ടിത്തഴുകി ഞങ്ങളിതാ നീരാടുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് കല്ലടയാറ്റിൻ്റെ ഏതാണ്ട് ലുക്കോട്ട് ഭാഗം ആ ഒരു റേഞ്ചിലാണ്. ഇവിടെ പുതിയതായിട്ട് ഒരു കുളിക്കടവ് പണിതിട്ടുണ്ട്. ഞങ്ങളവിടെ നിന്നിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ സ്പോട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന കല്ലടയാറിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സൈഡിലായിട്ടാണ് നമ്മുടെ ലുക്കൗട്ട് ചെക്ക് ഡാം വരുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നും നീന്തി അക്കരെ പോകാനുള്ള തയ്യാറെടുപ്പിൽ ആയിരിക്കുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പാറ നമ്മളവിടെ കാണുന്നുണ്ട്. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നും 100 മീറ്റർ അകലെയുള്ള ആ പാറയിലേക്ക് ഇദ്ദേഹം ഇവിടെ നിന്ന് നീന്തി അക്കരെ പോകാൻ പോവുകയാണ്. ഇത് സുജിത്ത്, നമ്മുടെ സൂര്യപ്രകാശ്, നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ആളാണ്. അദ്ദേഹം തുടങ്ങിയിരിക്കുകയാണ്. കല്ലടയാറിൻ്റെ കുഞ്ഞോളങ്ങളെ കീറിപ്പുളർന്നുകൊണ്ട് അദ്ദേഹം പാറയിലേക്ക് നീന്തി തുടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ചെറു മത്സ്യത്തെ പോലെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഇദ്ദേഹം ഇപ്പോൾ അക്കരയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200 മീറ്റർ ദൂരം വരും. ദൂരെയുള്ള ഈ പാറയിലേക്കാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം. കല്ലടയാറിൻ്റെ ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് വളരെ ആഴം കൂടിയ ഭാഗങ്ങളാണ്. ഇവിടെ ഏതാണ്ട് 4 ആൾ പൊക്കത്തിൽ വെള്ളം കിടക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ പലരും കണ്ടു കാണും. വെള്ളം കുറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിരുന്നു. അത്രയും ആഴമുള്ള ഒരു സ്ഥലത്തു കൂടി അദ്ദേഹം നീന്തി ഏതാണ്ട് എത്താറായി, അക്കരയിലെത്താറായി. 200 മീറ്ററോളം അകലെയുള്ള ആ പാറയിലേക്ക് അദ്ദേഹം എത്താറായിരിക്കുകയാണ്. അക്കരെ ഇക്കോടെ കാടാണ്. അദ്ദേഹം ആ പാറയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എവിടെയും നിൽക്കാതെ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിജയശ്രീ ലാളിതനായി അദ്ദേഹം അവിടെ എത്തിയിരിക്കുകയാണ്.